എല്ലാവർക്കും പിന്നെ ഒരു ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്സെപ്ഷൻസിൻ്റെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷനാണ്. അതായത് എക്സെപ്ഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് പ്രോഗ്രാമിൻ്റെ ഫ്ലോ വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു സ്കെലിറ്റൺ കോഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യൂസിങ് എക്സെപ്ഷൻസ് എന്നാണ് എൻ്റെ ക്ലാസ്സിൻ്റെ പേര്. അതിൽ രണ്ട് മെത്തേഡാണ്, മെയിൻ എന്നുള്ള മെത്തേഡും കോൾ മീ എന്ന് പറയുന്നൊരു മെത്തേഡും. കോൾ മീൻ്റെ ഉള്ളിലും മെയിൻ്റെ ഉള്ളിലും ഒന്നുമില്ല. അപ്പോൾ കോൾ മീൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, system.out printf. അപ്പോൾ ഞാൻ printf എന്ന് പറയുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. system.out.printfന് പകരം system.err.printf ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ system.out എന്ന് പറയുന്നത് നോർമൽ ഔട്ട്പുട്ട്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെർമിനൽ സ്ക്രീനാണ്. system.err എന്ന് പറയുന്നത് എറർ ഔട്ട്പുട്ട്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെർമിനൽ സ്ക്രീനാണ്. ആക്ച്വലി അതിനെ സ്ട്രീം എന്നാണ് നമ്മൾ പറയുക. system.err ഒരു എറർ സ്ട്രീമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. system.out ഒരു ഔട്ട്പുട്ട് സ്ട്രീമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പം നോർമൽ സിറ്റുവേഷൻസിൽ ബൈ ഡിഫോൾട്ടായിട്ട് system.outഉം system.erറും എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീമായ ടെർമിനലിൽ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് സ്ട്രീമിനെയും രണ്ട് ലൊക്കേഷനിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വിടാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് system.err എന്ന് പറയുന്ന സ്ട്രീമാണ്, എറർ മെസ്സേജസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ system.outൻ്റെ ഉള്ളിലും system.erറിൻ്റെ ഉള്ളിലും printf അവൈലബിൾ ആണ്. ഞാനിവിടെ ഇൻസൈഡ് കോൾ മീ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മെത്തേഡിനെ കോൾ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് കോൾ മീ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ തൽക്കാലം എടുത്ത് കളയാണ്. കോൾ മീ എന്ന് പറയുന്ന ഈ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇതാണ് നമ്മുടെ ബേസിക് ഓപ്പറേഷൻ ഓഫ് ദി മെത്തേഡ്. ഓക്കെ, ഞാനത് കമ്പൈൽ ചെയ്ത് കോൾ മിസ്റ്റേക്ക് ആണല്ലോ. കോൾ മീ എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യണം ജാവ യൂസിങ് എക്സെപ്ഷൻസ്. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. printf എന്ന് പറയുന്നത് ഇൻസൈഡ് കോൾ മീ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്തിട്ട് ടെർമിനേറ്റ് ചെയ്ത് പോയി. printf ആകുമ്പോൾ നമ്മൾ ഈ സ്ലാഷിനൊക്കെ പ്രത്യേകം കൊടുക്കണം, എന്നാലേ അത് വൃത്തിയായിട്ട് വരുള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ printf യൂസ് ചെയ്യുന്നത്. ഇനി ഇൻസൈഡ് കോൾ മീ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് ടെർമിനേറ്റ് ആയി. ഇനി നമ്മൾ ഇതിന് ശേഷം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യണം മാനുവലായിട്ട്. അപ്പോൾ എക്സെപ്ഷൻ മാനുവലായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കീവേഡാണ് ത്രോ എന്ന് പറയുന്ന കീവേഡ്. ത്രോ, അതിന് ശേഷം ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യുക, ഒരു എക്സെപ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ത്രോ ചെയ്യുക. ത്രോ ന്യൂ എക്സെപ്ഷൻ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു എക്സെപ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിനെ നമ്മൾ ത്രോ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ആവും. ഈ എക്സെപ്ഷൻ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുക്കാം. അപ്പോൾ ഇല്യൂസ്ട്രേറ്റീവ് എക്സെപ്ഷൻ ഫോർ ഇല്യൂസ്ട്രേറ്റീവ് പർപ്പസ് എന്ന് പറയുന്നൊരു ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുക്കുകയാണ്. ഇത് അതിൻ്റെ കൺസ്ട്രക്ടറാണ്. ഇപ്പോൾ കൺസ്ട്രക്ടറിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സെപ്ഷൻ ജനറേറ്റ് ആയി കഴിയുമ്പോൾ ആ എക്സെപ്ഷൻ എവിടെ പ്രിൻ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു ആ പ്രിൻ്റ് ചെയ്യുന്ന ലൊക്കേഷൻസിലെല്ലാം ഈ സ്ട്രിങ് ഈ ഡിസ്ക്രിപ്ഷൻ പ്രിൻ്റ് ആയി വരും. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സെപ്ഷൻ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ കോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഒന്നുകൂടെ കമ്പൈൽ ചെയ്ത് എന്ത് മാറ്റമാണ് വന്നത് നോക്കാം. ഞാനിവിടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്തപ്പോൾ ഒരു എറർ വന്നിട്ടുണ്ട് 10th ലൈനിൽ. നമ്മൾ ആഡ് ചെയ്ത ലൈനിലാണ്. അപ്പം എറർ ഇതാണ്, അൺറിപ്പോർട്ടഡ് എക്സെപ്ഷൻ ഇറ്റ് മസ്റ്റ് ബി കോട്ട് ഓർ ഡിക്ലെയർഡ് ടു ബി ത്രോൺ. ഇപ്പോൾ രണ്ട് ഓപ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നുകിൽ ഇതിനെ ക്യാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡിക്ലെയർഡ് ടു ബി ത്രോൺ. ഇതാണ് നമ്മൾ മറ്റേ കോട്ട് ഓർ ഡിക്ലെയർഡ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ പേര് പറഞ്ഞത്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഒന്ന് ഇതാണ്, ഒന്നുകിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സെപ്ഷനെ ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ക്യാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്തോളാം. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ക്യാച്ച് എക്സെപ്ഷൻ ഈ. അപ്പോൾ ആ ഒന്നുകിൽ എന്നുള്ള ഭാഗം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. വീണ്ടും സേവ് ചെയ്ത് കമ്പൈൽ ചെയ്യുന്നു. ഓക്കെ, കമ്പൈലർ ഇസ് ഹാപ്പി. ഇനി അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇറ്റ് മസ്റ്റ് ബി ഡിക്ലെയർഡ് ടു ബി ത്രോൺ. ഈ മെത്തേഡിനെ എക്സെപ്ഷൻ ത്രോ ചെയ്യുന്ന മെത്തേഡായിട്ട് ഡിക്ലെയർ ചെയ്യണം. നമുക്കിനി ഈ ട്രൈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം മാറ്റി വെക്കാം, ഡിലീറ്റ് ചെയ്യാണ്. ട്രൈ സ്റ്റേറ്റ്മെൻറ്റ്സും ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ മെത്തേഡിൻ്റെ ഡിക്ലറേഷൻ, അതായത് മെത്തേഡിൻ്റെ ഹെഡർ ഭാഗത്തിൽ ഡിക്ലറേഷൻ്റെ കൂടെ ഞാൻ ഒരു ത്രോസ് ക്ലോസ് കൂടെ ആഡ് ചെയ്യാണ്. ത്രോസ് എക്സെപ്ഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ മെത്തേഡ് ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ സാധ്യതയുള്ള മെത്തേഡാണ്. ബാക്കി എല്ലാവരും ഒന്ന് കരുതിയിരുന്നോളാം.
അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഈ മെത്തേഡിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ മെയിൻ മെത്തേഡിലേക്ക് പാസ് ചെയ്യാണ്. അതായത് ഈ മെത്തേഡിനെ കോൾ ചെയ്യുന്ന മെത്തേഡിലേക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ ഇനി മെയിൻ മെത്തേഡിനാണ് ഈ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എന്ത് മാറ്റാണ് വന്നത് നോക്കാം. ഇപ്പോൾ എറർ മാറി, 5th ലൈനിലേക്ക് എറർ മാറിയിട്ടുണ്ട്. അപ്പോൾ എറർ ഇവിടെ നിന്നും മാറിയിട്ട് ഇവിടേക്ക് മാറി. അതായത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഇവിടെ നിന്നും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. സെയിം എററാണ് വന്നിരിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി കോട്ട് ഓർ ഡിക്ലെയർ ടു ബി ത്രോൺ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ മെയിൻ മെത്തേഡ് ത്രോസ് വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ മെയിൻ മെത്തേഡിൻ്റെ ഉള്ളിൽ ട്രൈ ക്യാച്ച് വെച്ചിട്ട് ഈ എക്സെപ്ഷനെ ക്യാച്ച് ചെയ്യാനുള്ള ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യണം. ട്രൈ ക്യാച്ച് എക്സെപ്ഷൻ ഈ എന്നിട്ട് നമുക്ക് പറയാം സിസ്റ്റം ഡോട്ട് എർ ഡോട്ട് println caught an exception in main method. മെയിൻ മെത്തേഡിൽ ഒരു എക്സെപ്ഷൻ ക്യാച്ച് ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ കമ്പൈൽ ചെയ്ത് നോക്കാം. എക്സ്പെക്റ്റഡ് സെമിക്കോളൻ എക്സ്പെക്റ്റ് ചെയ്തത് സെമിക്കോളൻ ഇടാൻ വിട്ടുപോയതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ കമ്പൈലർ ഹാപ്പിയാണ്. എക്സെപ്ഷനെ കുറിച്ചുള്ള കംപ്ലയിൻസ് എല്ലാം കമ്പൈലർ മാറ്റി വെച്ചിട്ടുണ്ട്. എററൊന്നും വന്നിട്ടില്ല. നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ജാവ യൂസിങ് എക്സെപ്ഷൻസ്. അപ്പോൾ നമ്മുടെ ഇൻസൈഡ് കോൾ മീ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം എക്സെപ്ഷൻ ജനറേറ്റ് ആയി. എക്സെപ്ഷൻ ജനറേറ്റ് ആയി കഴിഞ്ഞപ്പം മെയിൻ മെത്തേഡിൽ വന്നിട്ട് ആ മെയിൻ മെത്തേഡിൻ്റെ ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളിൽ നിന്നും ആ എക്സെപ്ഷൻ നമ്മൾ ക്യാച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ എക്സെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയും റൺ ടൈമിൽ വരുന്ന എറേഴ്സാണ് അത്. പക്ഷേ ഇത് നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എറർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ എറർ വരാൻ കാരണം ഇതൊരു ചെക്ക്ഡ് എക്സെപ്ഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. ചെക്ക്ഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈലർ അതിനെ ചെക്ക് ചെയ്യും, അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡ് നമ്മുടെ പ്രോഗ്രാമിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമേ കമ്പൈൽ ചെയ്യുള്ളൂ, നമ്മുടെ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുള്ളൂ. അപ്പോൾ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒരു ചെക്ക്ഡ് എക്സെപ്ഷൻ ആണ്. എക്സെപ്ഷനും അതിൻ്റെ സബ് ക്ലാസ്സസും എല്ലാം ചെക്ക്ഡ് എക്സെപ്ഷൻ ആണ്. അപ്പോൾ ഞാൻ ഈ എക്സെപ്ഷൻ ഇതിന് പകരം അൺചെക്ക്ഡ് എക്സെപ്ഷൻ എക്സാമ്പിൾ ആയിട്ടുള്ള റൺ ടൈം എക്സെപ്ഷൻ എന്നുള്ള എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ റൺ ടൈം എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഈ ഇത് മാറ്റിയിട്ട് റൺ ടൈം എക്സെപ്ഷൻ എന്നാക്കുകയാണ്. ഇനി കമ്പൈൽ ചെയ്യാണ്. സ്വാഭാവികമായിട്ട് എററൊന്നുമില്ല. റൺ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട അതേ ബിഹേവിയറാണ് വരുന്നത്. പക്ഷെ നേരത്തെ നമ്മൾ ഈ ത്രോസ് ക്ലോസ് ഒഴിവാക്കിയപ്പോൾ എറർ വന്നിരുന്നു. അപ്പം ഞാനിനി ഇവിടെ നിന്ന് ഈ ത്രോസ് ക്ലോസ് ഒഴിവാക്കുകയാണ്. പക്ഷെ ഇപ്പോൾ എററൊന്നും വരുന്നില്ല. കാരണം കമ്പൈലർ ഇതിനെക്കുറിച്ച് വറീഡ് അല്ല. ഞാൻ ഈ ട്രൈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. എല്ലാം കമൻറ്റ് ചെയ്ത് കളയാം. ഈ കോൾ മീ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴും കമ്പൈലറിന് എന്താ പ്രശ്നങ്ങളൊന്നുമില്ല. കമ്പൈലർ കംപ്ലൈൻ്റ് ഒന്നും പറയുന്നില്ല. കാരണം ഇതൊരു അൺചെക്ഡ് എക്സെപ്ഷൻ ആണ് എന്നുള്ളതുകൊണ്ടാണ്. ചെക്ക്ഡ് എക്സെപ്ഷൻസ് ആയിരുന്നെങ്കിൽ കമ്പൈലർ എപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞേനെ. ഇനി നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. യൂസിങ് എക്സെപ്ഷൻസ്. ഇപ്പോൾ കോളായി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. അതിന് ശേഷം എക്സെപ്ഷൻ ജനറേറ്റ് ആയപ്പോൾ പ്രോഗ്രാം തന്നെ ക്ലോസ് ആയി. പ്രോഗ്രാം ക്ലോസ് ആയി എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ആഡ് ചെയ്യാം. സിസ്റ്റം ഡോട്ട് എർ ഡോട്ട് println ബൈ. അപ്പം പ്രോഗ്രാം നോർമലി ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ബായും കൂടെ പ്രിൻറ്റ് ചെയ്തിട്ടേ ക്ലോസ് ആവുള്ളൂ. നോക്കാം. ഇപ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞപ്പം ആ ബായ് വന്നിട്ടില്ല. ബാക്കിയെല്ലാം എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ എക്സെപ്ഷൻ ഉണ്ടായ പോയിന്റിൽ വെച്ചിട്ട് ഇത് ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷേ കമ്പൈൽ ചെയ്തപ്പോൾ നമുക്ക് എററൊന്നും വന്നിട്ടുമില്ല. ഇത് അൺചെക്ക്ഡ് എക്സെപ്ഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് ചെക്ക്ഡ് എക്സെപ്ഷനും അൺചെക്ക്ഡ് എക്സെപ്ഷനുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ ക്യാച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കമ്പൈൽ ചെയ്തിട്ട് ബായും കൂടെ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് തന്നെയാണ്. അപ്പോൾ അൺചെക്ഡും ചെക്ഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്.
ഞാനിനി എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ട്രൈ ബ്ലോക്കിലുള്ളതാണ്. അതിനുശേഷം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സെപ്ഷൻസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ക്യാച്ച് ബ്ലോക്ക് എഴുതാണ്. അരിത്മെറ്റിക് എക്സെപ്ഷൻ ഇവിടെ ക്യാച്ച് ചെയ്യും. നമുക്കിവിടെ പറയാം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് സിസ്റ്റം ഡോട്ട് എറർ ഡോട്ട് പ്രിന്റ്എൽഎൻ കോട്ട് ആൻഡ് അരിത്മെറ്റിക് എക്സെപ്ഷൻ. അതിനുശേഷം ഞാൻ വേറൊരു എക്സെപ്ഷൻ ആഡ് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതിനാണ് ഇൻപുട്ട് മിസ്മാച്ച് എക്സെപ്ഷൻ. ഇൻപുട്ട് മിസ്മാച്ച് എക്സെപ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് java.util.input mismatch exception. ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഗെയിൻ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആ സെയിം സ്റ്റേറ്റ്മെൻറ്റ് കോട്ട് ആൻഡ് ഇൻപുട്ട് മിസ്മാച്ച് എക്സെപ്ഷൻ ഇൻ മെയിൻ അല്ല, ഇൻ കോൾ മീ. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയത്, നമ്മളിവിടെ ഒരു എക്സെപ്ഷൻ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരുന്നു. നമ്മൾ സ്റ്റാക്ക് ട്രേസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഞാനിവിടെ 2 ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. അതിനുശേഷം ഞാൻ ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്ക് എഴുതാണ്. ഞാൻ സിസ്റ്റം ഡോട്ട് എർ ഡോട്ട് പ്രിന്റ്എൽഎൻ ഇൻസൈഡ് ഫൈനലി ബ്ലോക്ക് ഇൻസൈഡ് ഫൈനൽ ബ്ലോക്ക്. അതിനുശേഷം ഫൈനലിക്ക് ശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാണ്. സിസ്റ്റം ഡോട്ട് ഔട്ടല്ല എർ ഡോട്ട് ഔട്ട് യൂസ് ചെയ്താലും കുഴപ്പമില്ല ഇപ്പോഴത്തെ കേസിൽ. സിസ്റ്റം ഡോട്ട് എർ ഡോട്ട് പ്രിന്റ്എൽഎൻ ആൻഡ് ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ കോൾ മീ. കോൾ മീയിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നത് നോക്കാം. കമ്പൈൽ ചെയ്തു. അരിത്മെറ്റിക് എക്സെപ്ഷൻ. ഓക്കെ, എററൊന്നുമില്ല. ജാവ യൂസിങ് എക്സെപ്ഷൻസ്. ഈ ഓർഡറിലാണ് ഇത് എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കോൾ മീനെ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻസൈഡ് കോൾ മീ എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടായി. അതിനുശേഷം ആദ്യത്തെ ക്യാച്ച് വെച്ച് ക്യാച്ച് ചെയ്യാൻ ട്രൈ ചെയ്തു, പറ്റിയില്ല. രണ്ടാമത് ക്യാച്ച് വെച്ച് ക്യാച്ച് ചെയ്യാൻ ട്രൈ ചെയ്തു, പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ എക്സെപ്ഷനെ ഈ 2 ക്യാച്ചും വെച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മെത്തേഡിനെ ആരാണോ കോൾ ചെയ്ത് ആ മെത്തേഡിലേക്ക് എക്സെപ്ഷനെ പാസ് ചെയ്യും. അപ്പോൾ മെയിനാണ് ഇതിനെ കോൾ ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് മെയിനിലേക്ക് ഈ എക്സെപ്ഷനെ പാസ് ചെയ്യും. അപ്പോൾ മെയിൻ്റെ ഉള്ളിൽ നമ്മളൊരു ട്രൈ ക്യാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രൈ ക്യാച്ചിനുള്ളിൽ നമ്മൾ ഏറ്റവും ജനറൽ ആയിട്ടുള്ള എക്സെപ്ഷൻ ക്ലാസ്സാണ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ് ഇതിനെ ക്യാച്ച് ചെയ്യും. അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. കോട്ട് ആൻഡ് എക്സെപ്ഷൻ ഇൻ മെയിൻ. അതിനുശേഷം ബൈ പ്രിൻ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇതിന് മുൻപ് ഈ എക്സെപ്ഷൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇൻസൈഡ് ഫൈനലി ബ്ലോക്ക് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റും പ്രിൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആയിട്ടില്ല. കാരണം ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ നോർമൽ ആക്ഷൻ എന്ന് പറയുന്നത് ജാവ യൂസ് ചെയ്യുന്നത് ടെർമിനൽ മോഡൽ ആണ്. അതായത് എവിടെ നിന്നാണോ എക്സെപ്ഷൻ വന്നത് അവിടെ വെച്ചിട്ട് ആ മെത്തേഡിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജാവേൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. ഇതിന് ശേഷമുള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. ക്യാച്ച് ബ്ലോക്ക്സ് ഒഴികെ വേറെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കൺസെപ്റ്റ്. പക്ഷേ ഫൈനലി ബ്ലോക്ക് സ്പെഷ്യൽ ബ്ലോക്കാണ്. ഫൈനലി ബ്ലോക്ക് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യും. എന്ത് കണ്ടീഷൻ വന്നാലും, എക്സെപ്ഷൻ വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ ഈ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. അപ്പം ഇവിടെ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയി, എക്സെപ്ഷൻ വന്നു, എന്നാലും ഈ ഫൈനൽ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് തിരിച്ച് മെയിനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇൻസൈഡ് ഫൈനലി ബ്ലോക്ക് എന്നുള്ള ഈ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിട്ടാണ് തിരിച്ച് നമ്മൾ മെയിനിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഈ എക്സെപ്ഷൻ ഒന്ന് ഇത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ എക്സെപ്ഷൻ വന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഒരു മെസ്സേജ് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. പ്രിന്റ്എൽഎൻ നോ എക്സെപ്ഷൻസ്. അപ്പോൾ ഈ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എക്സെപ്ഷൻ ഒന്നും വന്നിട്ടില്ല എന്നാണ്. ഇനി വീണ്ടും റൺ ചെയ്യാം. അപ്പം കോൾ മീയിലേക്ക് വന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം നോ എക്സെപ്ഷൻസ് ഇതും എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം ഫൈനലിയിലേക്ക് വന്നതിന് ശേഷം ഫൈനലി എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് തിരിച്ചു പോയിട്ട്
അതിനുശേഷം ഫൈനലിക്ക് ശേഷമുള്ള ഐ ആം ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അതും എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ടാണ് തിരിച്ചു പോയിട്ട് മെയിനിൻ്റെ ഉള്ളിൽ നിന്നും ബൈ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലോ വരുന്നത്. ഇവിടെ വന്നു അതിനുശേഷം ഫൈനലിൽ വന്നു, അതിനുശേഷം ഇവിടെ വന്നു, അതിനുശേഷം തിരിച്ചു പോകുന്നു. ഇനി ഈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് തന്നെ നമുക്ക് എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ ത്രോ ന്യൂ റൺ ടൈം എക്സെപ്ഷൻ വരും നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാച്ച് ബ്ലോക്കിൽ വരുന്ന അരിത്മെറ്റിക് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് നോക്കാം. അരിത്മെറ്റിക് എക്സെപ്ഷനാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ അരിത്മെറ്റിക് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ കമ്പൈലർ എറർ പറയുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് ഒരു എക്സെപ്ഷൻ നമ്മൾ മാനുവലി ത്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇനി ഒരിക്കലും എക്സിക്യൂട്ട് ആവില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്തു, വീണ്ടും കമ്പൈൽ ചെയ്തു, റൺ ചെയ്യാണ്. തോന്നിരിക്കുന്നതാണ്. ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്തു, അതിനുശേഷം എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഈ ക്യാച്ച് ബ്ലോക്സ് ഓരോന്ന് നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്യാച്ച് ബ്ലോക്കിൽ തന്നെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് പറഞ്ഞിരിക്കുന്നത് കോട്ട് ആൻ അരിത്മെറ്റിക് എക്സെപ്ഷൻ ഇൻ കോൾ മീ. അരിത്മെറ്റിക് എക്സെപ്ഷൻ ഇൻ കോൾ മീ. അപ്പോൾ ഇവിടുന്ന് അരിത്മെറ്റിക് എക്സെപ്ഷൻ ക്യാച്ച് ചെയ്തു. അതിനുശേഷം പിന്നെ ഫൈനലിലേക്ക് വന്നു. ഈ ഫൈനലിൽ എന്തായാലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാറ്റാം. ഐ ആം ഓൾവേസ് എക്സിക്യൂട്ടഡ് ഇൻസൈഡ് ഫൈനലി ബ്ലോക്ക്. അപ്പോൾ ഈ ഫൈനൽ ബ്ലോക്ക് ഇപ്പോഴും നിന്ന് വന്നു. അതിനുശേഷം ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തു, തിരിച്ച് മെയിനിലേക്ക് പോയി ബൈ പ്രിൻറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഈ എക്സെപ്ഷൻ ഞാൻ ഇവിടുന്ന് എടുത്ത് കളയാണ്. അതിനുശേഷം ഈ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും അൺകമൻറ്റ് ചെയ്യാണ്. അതിനുശേഷം ഇതിന് താഴെ ഞാനൊരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാണ്. അപ്പോൾ റിട്ടേണിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മെത്തേഡിൽ നിന്ന് തിരിച്ചു പോകുക എന്നുള്ളതാണല്ലോ. ഇനി അതിനുശേഷം ഞാനൊരു ഇത് എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ കമ്പൈലർ എറർ പറയും. ഇപ്പോൾ തന്നെ കമ്പൈലർ എറർ പറയും, ഇത് റീച്ചബിൾ അല്ല. നോക്കാം നമുക്ക്. ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേണിന് ശേഷമുള്ള ഒന്നും തന്നെ എക്സിക്യൂട്ട് ചെയ്യില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആയാലും എന്ത് കണ്ടീഷൻ ആയാലും ഫൈനലി എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ മെത്തേഡിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുള്ളൂ. അതാണ് ഫൈനലി ബ്ലോക്കിൻ്റെ പ്രത്യേകത. നമുക്കിനി ഒന്നുകൂടെ കമ്പൈൽ ചെയ്ത് നോക്കാം, എന്തെങ്കിലും എറർ വരുന്നത് നോക്കാം. എററൊന്നും വന്നിട്ടില്ല. ഞാൻ വീണ്ടും റൺ ചെയ്യാണ്. ഇപ്പോൾ ഇൻസൈഡ് കോൾ മീ ഇത് റണ്ണായി. ഈ നോ എക്സെപ്ഷൻ എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റും റണ്ണായി. അതിനുശേഷം മെത്തേഡ് റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആയിട്ടില്ല. ഐ ആം ദി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് പ്രിൻ്റ് ആയിട്ടില്ല. പക്ഷേ ഫൈനലി ഇപ്പോഴും പ്രിൻ്റ് ആയിട്ടുണ്ട്. ഐ ആം ഓൾവേസ് എക്സിക്യൂട്ടഡ് ഇൻസൈഡ് ദ ഫൈനൽ ബ്ലോക്ക് എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും പ്രിൻ്റ് ആയിട്ടുണ്ട്. ബൈയും ഇപ്പോഴും പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഫൈനലി എന്ന് പറയുന്നത് എന്തുണ്ടായാലും ഈ മെത്തേഡ് റിട്ടേൺ ചെയ്ത് പോകുമ്പോൾ മെത്തേഡ് റിട്ടേൺ ചെയ്ത് പോകല്ല, മെത്തേഡ് റിട്ടേൺ ചെയ്ത് പോവുകയോ എന്താണെങ്കിലും ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ട്രെയിനിൻ്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പം ട്രെയിനിൻ്റെ പുറത്തേക്ക് പോകാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ വരുമ്പോൾ ഫൈനലിയും കൂടെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചു പോവുള്ളൂ. അപ്പോൾ ഫൈനലി എപ്പോഴും ട്രെയിനിൻ്റെ കൂടെയാണ് വരേണ്ടത്. ട്രെയിനിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഫൈനലിയും കൂടെ എക്സിക്യൂട്ട് ചെയ്തിട്ടേ തിരിച്ചു പോവുള്ളൂ. ഇത്രയാണ് ഈ ഡെമോൺസ്ട്രേഷൻ സെഷനിൽ കാണിക്കാനുള്ളത്. ഫൈനലി നമ്മൾ ഇതിനൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഇത് വെറും ഡമ്മി ഡെമോൺസ്ട്രേഷനാണ്. ഇത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒന്നും കൺവേ ചെയ്യുന്നില്ല. ഫ്ലോ നമ്മുടെ കൺട്രോൾ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്ന് മാത്രം കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, താങ്ക് യു.